മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീരെടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീരെടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീരിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എൻ്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എൻ്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബ അവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ. ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെയും വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്ത് വിട്ട് തന്നെ പുറത്താക്കി കളയോ, മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, 2 പേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. 2 പേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. 2 പേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മൾ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം.
നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ രണ്ടുപേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ രണ്ടുപേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഹാ, ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞുപോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയേയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പന്നീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേര് എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്കേ. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാരാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി. ഗ്രാമത്തിലെ മാർക്കറ്റിൽ സുധാന്റെ ബക്കോട കടയുണ്ടായിരുന്നു. അദ്ദേഹം കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം വരാൻ തുടങ്ങും. എനിക്ക് 1 പ്ലേറ്റ് ഓണിയൻ പക്കോട. എനിക്ക് ഉരുളക്കിഴങ്ങ് പക്കോട.
സുധാൻ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്ക് 2 പ്ലേറ്റ് ഉള്ളി പക്കോടയും പിന്നെ 2 പ്ലേറ്റ് ഉരുളക്കിഴങ്ങ് പക്കോടയും. ഇതാ ചേട്ടാ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് ദിവസം ഈ പക്കോട വാങ്ങുകയല്ലേ, കുറച്ച് പക്കോട ചേർത്തിട്ടു ചേട്ടാ. ചേട്ടാ, ഞാൻ അളവിനേക്കാളും കൂടുതൽ എന്റെ കുടുംബത്തിന് പോലും കൊടുക്കാറില്ല. ചേട്ടൻ വാങ്ങുകയാണ് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ശരി ശരി, തന്നേക്ക്. സുധാൻജിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുധയുണ്ടായിരുന്നു. എത്തിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. കേട്ടോ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവൾക്കൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തത്രേ. പക്ഷെ നിങ്ങളും ഉണ്ടല്ലോ, എനിക്കൊന്നും വാങ്ങി തരില്ല. അങ്ങനെയാണോ? പോയ മാസമല്ലേ നിനക്ക് ഞാൻ പുതിയ സാരി വാങ്ങി തന്നത്? അതെ അതെ, ഓർമ്മയുണ്ട്. അതും ഒരു സാധാരണ സാരി. സാധാരണ സാരിയോ ഞാൻ നിനക്ക് വാങ്ങി തന്നില്ലേ? നിങ്ങളെപ്പോലെ ഒരു കഞ്ചൂസായ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മാസം മാസം നിങ്ങൾ മാത്രം പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നു. ഒരേ ഒരു മാസം എനിക്കൊരു സാരി വാങ്ങി തന്നിട്ട് ഇത്രയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് വാങ്ങിയാൽ എന്താ? പൈസ ഉണ്ടാക്കുന്നത് ഞാനല്ലേ. എന്തെങ്കിലും ചെയ്യൂ. സുധാൻജി സ്വഭാവത്തിൽ സ്വാർത്ഥനാണ്. അവൻ എപ്പോഴും അവനെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. സുധാൻജിയുടെ പക്കോട കട വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ലാഭവും ഒരുപാട് കിട്ടി. പെട്ടെന്നൊരു ദിവസം സുധാൻജിയുടെ കടയിലെ മുൻപിലായി മറ്റൊരു കട ഓപ്പൺ ചെയ്തു. ഭൗരവിന്റെ ആലു പഫ് സ്റ്റാൾ. പുതിയ കട കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് അവിടേക്ക് പോകാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഇതെന്താണ്? ഇത് സിറ്റിയിൽ വിൽക്കുന്ന ഫേമസ് ആയ ഉരുളക്കിഴങ്ങ് പഫ്സ് ആണ്. സിസ്റ്റർ, നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ നിങ്ങൾ വീണ്ടും വേണം ചോദിക്കും. ശരി ചേട്ടാ, ഒന്ന് തരൂ. ഇപ്പൊ തന്നെ ഞാൻ തരാം. ഗൗരവ് അവൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് പപ്സ് നൽകി. അത് കഴിച്ചതും തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇത് നല്ല രുചിയുണ്ടല്ലോ, ഇനി ഞാൻ ദിവസവും ഇവിടെ വന്ന് കഴിക്കും. ഇനി മുതൽ ആരാ ആ പിശുക്കന്റെ കടയിൽ ചെന്ന് പക്കോട കഴിക്കുക? സുധാൻജിയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പക്കോടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് പപ്സ് കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സുധാൻജിയുടെ എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കടയിലേക്ക് വന്നു. ഇത് കണ്ടിട്ട് സുധാൻജി ഒരുപാട് വിഷമിച്ചു. ഈ ഉരുളക്കിഴങ്ങ് പപ്സ് ഈ നാട്ടില് പുതിയതാണ്. കുറച്ച് ദിവസത്തേക്ക് മറന്ന് എല്ലാവരും തിരിച്ച് എന്റെ പക്കോട കഴിക്കാൻ വരുമെന്ന് തോന്നുന്നു. സുധാൻജി അദ്ദേഹത്തെ അധികം തന്നെ സമാധാനപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ഗൗരവിന്റെ ഉരുളക്കിഴങ്ങ് പപ്സ് വളരെ നന്നായിരുന്നു. അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും അദ്ദേഹത്തിന്റെ കടയിലേക്ക് തന്നെ പോയി. ഈ ഉരുളക്കിഴങ്ങ് പപ്സുകാരൻ എന്റെ വ്യാപാരം തന്നെ നശിപ്പിച്ചല്ലോ. ഇവൻ എവിടുന്നാണ് വന്നത്? ഇവന് വന്നിട്ടില്ലെങ്കിൽ എന്റെ വ്യാപാരം നന്നായിട്ട് പോയേനെ. സുധാൻജി ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ ആ ഗൗരവിനെ അവിടെ നിന്നും തുരത്താമെന്ന്. ഗൗരവ് വളരെ സന്തോഷത്തോടെയായിരുന്നു. അവന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയതുകൊണ്ട്. എന്റെ രാമാ, നിനക്ക് വളരെ നന്ദിയുണ്ട്. എന്റെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു വെച്ചല്ലോ ദൈവമേ. ഗൗരവ് സ്വഭാവത്തിൽ വളരെ ദയാശീലമുള്ളവനാണ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവൻ അവന്റെ കടയിൽ നിന്നും ആലു പപ്സ് അവർക്ക് നൽകും. അവന്റെ പ്രവൃത്തികളൊക്കെ സുധാൻജി ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ വളരെ നല്ലവനായിട്ടുണ്ടല്ലോ. ഇവനെ വളരെ എളുപ്പം തന്നെ ഒരു വിഡ്ഢിയാക്കാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ അവന്റെ ഒരു സുഹൃത്തായിരിക്കണം. ഇത് ആലോചിച്ചിട്ട് സുധാൻജി പതുക്കെ പതുക്കെ ഗൗരവിനോട് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ, എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് പഫ് വളരെ രുചിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും കഴിക്കാൻ തന്നൂടെ? ദോ ഇപ്പൊ തന്നെ തരാം. ഗൗരവ് സുധാജിക്ക് ഒരു പപ്സ് കൊടുത്തു. അത് സുധാൻജി കഴിച്ചു നോക്കി. എന്റെ അമ്മോ, ഇത് നല്ല രുചിയുണ്ടല്ലോ. അങ്ങനെ തന്നെ ഒരു പുതിയ ഐറ്റം കഴിച്ചോണ്ട് നല്ല രുചിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? എനിക്ക് അത് മതി. ഈ ഐറ്റം ഒക്കെ നിങ്ങൾ ഒരു വലിയ കട തുറന്നാണ് ചെയ്യേണ്ടത്. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ വലിയ കട തുറക്കാൻ വേണ്ടിയുള്ള കാശ് എന്റെ അടുത്തില്ല. ഞാനും അതുപോലെ കട തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് തന്നെ കട തുറക്കാം. 2 കൗണ്ടർ ഉണ്ടാവും. നിങ്ങൾ ഉരുളക്കിഴങ്ങ് പഫ് വിറ്റോളൂ, ഞാൻ എന്റെ പക്കോട വിറ്റോളാം. അങ്ങനെ വെച്ചാൽ പാർട്ട്ണർഷിപ്പാണോ? ആ, അതുപോലെ തന്നെ. ഞാൻ ഒരു വലിയ മാർക്കറ്റില് ഒരു കട കണ്ടുവച്ചിട്ടുണ്ട്. വാവ്, ശരിക്കും ഇതൊരു വലിയ കാര്യം തന്നെ. വലിയ മാർക്കറ്റില് നല്ല വ്യാപാരം നടക്കും. അതെ, അങ്ങനെ തന്നെ. ഞാനും കുറെ കാലമായിട്ട് ആള് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകുതി പണം അവരിടണം, എനിക്ക് പാർട്ട്ണറായിട്ട് ചേരണം. വലിയ മാർക്കറ്റില് വില എന്താണ്? അത് 6 ലക്ഷം റുപ്യ ഉണ്ടാവും. എൻ്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. ഇന്നും ഒരു 3 ലക്ഷം ആവശ്യമാണ്. ശരി, അത് ഞാൻ തരാം. നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടാ.
സുധാൻജി ഗൗരവിനെ അദ്ദേഹത്തിന്റെ വലയിൽ വീഴ്ത്തി. ഗൗരവ് വീട്ടിലേക്ക് ചെന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്റെ ഭാര്യ ലതയോട് പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണ്. എന്റെ അടുത്ത് 1.5 ലക്ഷം റുപ്യ ഉള്ളൂ. ബാക്കിയുള്ള 1.5 ലക്ഷം റുപ്യക്ക് ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ സ്വർണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് നമുക്ക് പണയം വെക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം. ശരി, ഇത് നല്ല ആലോചന തന്നെയാണ്. ഗൗരവ് ലതയുടെ എല്ലാ സ്വർണവും കൊണ്ടുപോയി പണയം വെച്ചു. എന്നിട്ട് അദ്ദേഹം ബാങ്കിൽ ചേർത്ത് വെച്ചിരുന്ന കാശും എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ, പൈസക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ പൊന്നെ, എന്നാ നാളെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി സംസാരിക്കാം. എന്താ, ശരിയല്ലേ? ശരി ചേട്ടാ. ഗൗരവും സുധാൻജിയും ചേർന്ന് മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയി കാശ് നൽകി. പിന്നീട് മുതലാളി തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ സുധാൻജിയുടെ കയ്യിൽ നൽകി. അവസാനം നമ്മുടെ സ്വപ്നവും നിറവേറി കഴിഞ്ഞു. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ കടയിലേക്ക് പോട്. ഞാനിപ്പോ ഇവിടെയുള്ള മെയിന്റനൻസും പിന്നെ കൗണ്ടറൊക്കെ റെഡി ആക്കിട്ട് കൊണ്ടുവരാം. അതുവരെ ആ സന്തോഷത്തിൽ നീ അവിടെ കച്ചവടം ഉണ്ടാക്കൂല്ലേ? ശരി ചേട്ടാ. ഗൗരവ് അവിടെ നിന്നും കടയിലേക്ക് പോയിട്ട് അവൻ ഉരുളക്കിഴങ്ങ് പപ്സ് വിൽക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സുധാൻജിയുടെ പക്കോട കട മൂടി തന്നെ ഇരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗൗരവ് ആ കട നോക്കാനായി വന്നപ്പോൾ അവിടെ സുധാൻജി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പക്കോട വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ കടയിൽ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ, കൗണ്ടർ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ കൗണ്ടർ എവിടെ പോയി? ഏത് കൗണ്ടർ? എങ്ങനത്തെ കൗണ്ടർ? ഈ കട എന്റേതാണ്. ഇവിടെ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞങ്ങളെ എങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഈ കടയിലുള്ള പകുതി പൈസ ഞാനാണ് തന്നത്. അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ആധാരം നിന്റെ അടുത്തുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ. പൊയ്ക്കോ. ഗൗരവിന് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അവന്റെ മൊത്ത കാശും നഷ്ടപ്പെട്ടു പോയി. ഗൗരവ് കരഞ്ഞുകൊണ്ട് തന്നെ കാട്ടിനകത്തോട്ട് നടന്നു ചെന്നു. അയ്യോ എന്റെ ദൈവമേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഞാൻ ആലോചിച്ചതൊന്ന്, പക്ഷെ നടക്കുന്നത് വേറെയാണല്ലോ. ഇതിന് പകരം നിങ്ങൾ എന്നെ കൊന്നാൽ മതിയായിരുന്നു. ഗൗരവിന്റെ സങ്കടം കണ്ട് അവിടെ പെട്ടെന്നൊരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ഗൗരവ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലവനാണ്. നീ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആ നന്മയൊക്കെ നിന്നെ തീർച്ചയായും രക്ഷിക്കും. അതെങ്ങനെ? ഈ മരത്തിലുള്ള തുളയിൽ നീ കൈയിടൂ. അതിൽ നിന്നും കിട്ടുന്നതെല്ലാം നിനക്ക് തന്നെ സ്വന്തമാണ്. ശരി അമ്മേ. ഗൗരവ് ആ മരത്തിലുള്ള തുഴയിൽ കൈയിട്ടു. അവൻ അതിൽ നിന്നും ഒരു സ്വർണ്ണ കോയിൻ കിട്ടി. പിന്നീട് ഗൗരവ് ഒരുപാട് സ്വർണ്ണ കോയിനുകൾ എടുത്തു. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ സ്വർണം കൊണ്ട് എന്റെ ജീവിതം തന്നെ മാറിപ്പോവും അമ്മേ. ഓർമ്മ വെച്ചോളൂ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുള്ളൂ അമ്മേ. ഗൗരവ് ലതയുടെ സ്വർണങ്ങളൊക്കെ തിരിച്ചെടുത്തു. പുതിയ വീട് വെച്ചു. പിന്നെ സ്വന്തമായി പുതിയൊരു കടയും തുടങ്ങി. അവന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറി. മറ്റൊരു വശത്ത് സുധാൻജിയുടെ ചീത്ത ചിന്തകൾ കാരണം അവന്റെ വ്യാപാരം നല്ല രീതിയിൽ നടന്നില്ല. അവൻ ആ കട വിറ്റിട്ട് വീണ്ടും തന്റെ റോഡ് കടയിലേക്ക് തന്നെ പോയി. ഇതിൽ നിന്നും എന്തു മനസ്സിലായെന്നാൽ, നമ്മൾ നല്ലത് വിചാരിച്ചാൽ നല്ലതേ നടക്കൂ, പിന്നെ ചീത്ത വിചാരിച്ചാൽ ചീത്തയും. ലഖൻപുരം എന്ന ഗ്രാമത്തിലാണ് സുഷമ തന്റെ ഭർത്താവും മക്കളുമൊത്ത് ജീവിച്ചിരുന്നത്. അവളുടെ ഭർത്താവിന് നടക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് അവളാണ്. വീട്ടുചെലവിനും മറ്റു കാര്യങ്ങൾക്കുമായി അവൾ തന്റെ അനന്തരവനോടൊപ്പം പുറത്തൊരു ജിലേബി കടയാണ് നടത്തിയിരുന്നത്. കരണാണെങ്കിൽ ഒരു വഴക്കാളിയും താന്തോന്നിയുമായ ഒരു മനുഷ്യനായിരുന്നു. എല്ലായ്പ്പോഴും ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. എല്ലാവരോടും എപ്പോഴും ദേഷ്യമായിരുന്ന അവന് തന്റെ അമ്മാവന്റെ സ്വത്തും പണവും കൈക്കലാക്കാനായിരുന്നു ഉദ്ദേശം. മോനെ കരണേ, നീ ഇന്ന് പോയിട്ട് ആ കടയൊന്ന് തുറക്കണം. എനിക്കിവിടെ വേറെ കുറച്ച് പണികളുണ്ട്. ഞാനൊന്നും പോയി തുറക്കാൻ പോകുന്നില്ല. മാമി എന്താ എന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കാനാണ് ഉദ്ദേശം? മാമിക്ക് നാണാവുന്നില്ലേ? ഞാൻ നിന്നോട് പാറ പൊട്ടിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കടയൊന്ന് പോയി തുറക്കാനല്ലേ പറഞ്ഞുള്ളൂ. കാരണം അവിടുന്ന് ദേഷ്യത്തിൽ കട തുറക്കാനായിട്ട് പോയി. ചേട്ടാ, എനിക്ക് ജിലേബിയോടൊപ്പം തൈരും കൂടി വേണം. നീ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് എന്റെ കയ്യിൽ നിന്ന് തൈര് വാങ്ങുന്നത്. പൊക്കോ, ഇനി ഞാൻ തരാൻ പോകുന്നില്ല. തനിക്ക് എന്നോട് വഴക്കുണ്ടാക്കിയാൽ മാത്രം മതിയോ? എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി? അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതിനിടയിലാണ് സുഷമ അങ്ങോട്ടേക്ക് വന്നത്. ആന്റി, ഇത് കണ്ടില്ലേ? ഇയാളൊരു കാര്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കുക. ഇവിടെ നിൽക്കുന്നതേ മണ്ടത്തരമാണ്. ഞാൻ പോന്നു. മാമി വേറെ ആളെ നോക്കിക്കോ.
കരൺ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അന്നു മുഴുവൻ സുഷമ കടയിലെ ജോലികൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. രാത്രിയിൽ വീട്ടിൽ വന്ന ശേഷം തന്റെ ഭർത്താവ് രാമകൃഷ്ണനോട് സകല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? എനിക്കറിയാം സുഷമ, ഞാൻ അവനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തായാലും ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കരനോട് സംസാരിക്കുന്നതിനു വേണ്ടി രാമകൃഷ്ണൻ അവനെ ഉറക്കി വിളിച്ചു. എന്നാൽ അവനപ്പോ തന്റെ ഫ്രണ്ട്സിനൊപ്പം പാർട്ടിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. എനിക്കിവിടെ ഇങ്ങനെ പണിയെടുത്ത് ചാവാൻ വയ്യ. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോണം. രാവിലെ തിരിച്ചു വരാം. ചിലപ്പോ വൈകുന്നേരമാവും. എന്നെ അന്വേഷിക്കാനൊന്നും വരണ്ട. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് ഞാൻ കടയിൽ തനിച്ചായിരുന്നു. നാളെയും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പിറ്റേന്ന് രാത്രി ഒരുപാട് വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അമ്മാവന്റെ സകല സ്വത്തുക്കളും തന്റെ പേരിലാക്കാനുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടാണ് അവൻ വന്നത്. അമ്മാവാ, ദാ ഇത് കണ്ടില്ലേ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. എന്റെ കോളേജിലെ റിസൾട്ടാ. ആണോ മോനെ? കൊണ്ടുവാ, ഞാൻ ഇപ്പോ തന്നെ ഒപ്പിട്ട് തരാം. ആ സമയത്താണ് സുഷമ അവിടേക്ക് വന്നത്. തന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മുദ്രപത്രം കണ്ട് അവൾ ചോദിച്ചു, നിക്ക് നിക്ക്, നിങ്ങൾ ഇതെന്തായി ചെയ്യുന്നേ? ഞാൻ അവന്റെ കോളേജിലെ റിസൾട്ടിൽ ഒന്ന് ഒപ്പുവെച്ചതല്ലേ. ഇതവന്റെ കോളേജിലെ പേപ്പർ ഒന്നുമല്ല, നമ്മുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ഡോക്യുമെന്റ്സാ. നീ എന്താ പറഞ്ഞേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നില്ല അമ്മായിക്ക്? സുഷമയും രാമകൃഷ്ണനും കരണിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചു. എങ്കിലും അവനെ അവരുടെ വീട്ടിൽ നിന്നും അന്ന് തന്നെ പുറത്താക്കി. എന്നിട്ട് സുഷമ ഒറ്റയ്ക്ക് തന്നെ ജിലേബി കച്ചവടം തുടർന്നു. ഞാൻ ഇനി കുറച്ച് നേരത്തെ വരണം. രാത്രിയിൽ വൈകി അടയ്ക്കാൻ വേണം. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ലാഭം കിട്ടും. സുഷമ രാത്രിയും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി കച്ചവടം കൊണ്ടുപോവുകയായിരുന്നു. ഈ കടയിലെ കച്ചവടം നശിപ്പിച്ചേ മതിയാവും. ഇവരാണ് ആ സ്വത്ത് കൈക്കലാക്കാൻ തടസ്സമായത്. ഇവരില്ലായിരുന്നുവെങ്കിൽ കടയുടെയും വീടിന്റെയും മുതലാളി ഞാനായിരുന്നേനെ. ഒരു കാര്യം ചെയ്യാം, ജിലേബിയുടെ ഉള്ളിൽ പിരിഞ്ഞ പാലിന്റെ പനീർ എടുത്തിടാം. ജിലേബി പിന്നെ ഒരു മനുഷ്യൻ കഴിക്കില്ല. കരൺ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പാൽ പിരിച്ചെടുത്ത പനീർ, അതും ഒരൽപ്പം പുളിയുള്ളത്, ജിലേബി മാവിന്റെ വലിയ പാത്രത്തിൽ കൊണ്ടിട്ടു. ചേച്ചി, എനിക്ക് കുറച്ച് ജിലേബി വേണമായിരുന്നു. അതിനെന്താ, നല്ല ചൂടൻ ജിലേബി ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. സുഷമ ഒന്നും അറിയാതെ പനീർ ചേർത്ത മാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ജിലേബി ഉണ്ടാക്കി വന്നപ്പോ ചുവന്ന നിറത്തിനു പകരം വെളുത്ത നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതെന്ത് തമാശയാ ചേച്ചി? നിങ്ങളോട് ഞാൻ ജിലേബി ചോദിച്ചപ്പോ ജിലേബിയുടെ രൂപത്തിലുള്ള മധുരമുള്ള പനീർ തന്നിരിക്കുന്നു. ഇത് കാണാൻ ശരിക്കും ജിലേബി പോലെ ഉണ്ട്, പക്ഷെ ജിലേബി അല്ല. ഇതെങ്ങനെ സംഭവിച്ചു? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ സ്ത്രീ കടയിൽ നിന്നും ദേഷ്യത്തോടെ പോകുന്നത് കരൺ കണ്ട് അവന് സന്തോഷം തോന്നി. ആ സ്ത്രീ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇനി ഇവര് മനസ്സിലാക്കും കരണുമായി കളിച്ചാലുള്ള അനന്തരഫലം എന്തായിരിക്കുമെന്ന്. അപ്പോഴവിടേക്ക് രാമകൃഷ്ണൻ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളോടൊപ്പം വന്നു. സുഷമ, നോക്കൂ, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നിന്നെ കാണാനും നമ്മുടെ കടയിലെ ജിലേബി തിന്നാനുമാ വന്നിരിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യം. അതെ, ഞാൻ നിങ്ങളുടെ ജിലേബിയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതെ, ഞാനും. പിന്നെ ഞങ്ങൾ 400 കിലോമീറ്റർ ദൂരെ നിന്നാണ് രാമുവിനെ കാണാൻ വന്നിരിക്കുന്നത്. സുഷ്മയ്ക്ക് ജിലേബിയിൽ പനീർ വീണിരിക്കുന്ന കാര്യം ഓർമ്മ വന്നു. എങ്കിലും തന്റെ അതിഥികളെ മുഷിപ്പിക്കാതിരിക്കാനായി ആ മാവ് കൊണ്ട് തന്നെ നല്ല ചൂടൻ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തു. നിങ്ങളുടെ കടയിലെ ജിലേബി കുറച്ച് വ്യത്യസ്തമാണല്ലോ. എനിക്ക് തോന്നുന്നു സുഷമ എന്ന് പുതിയ രീതിയിലാ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇത് കാണാൻ വെളുത്തതാണെങ്കിലും നല്ല സ്വാദുള്ളതാണ്. അവരാ ജിലേബി കഴിച്ചു തീരുന്നതിന് മുൻപ് തന്നെ കരൺ അവിടേക്ക് വന്നു. ആ, തിന്നോളൂ തിന്നോളൂ. ഇവരുടെ ജിലേബി തിന്ന ഒരുപാട് പേര് ഇവിടം വിട്ടു പോയതാ. ഇനിയിപ്പോ നിങ്ങളും ഇവിടെ നിന്ന് ഓടിക്കോളും. ഇതെന്റെ അനന്തരവനാ. ഇവൻ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ജിലേബി കഴിച്ചോളൂ. അങ്ങനെ രാമകൃഷ്ണന്റെ സുഹൃത്തുക്കൾ ആ ജിലേബി കഴിക്കാൻ തുടങ്ങി. പനീർ ചേർത്ത ആ ജിലേബി കഴിച്ച് അവർ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് ചേച്ചി. എന്തു സ്വാദുള്ള ജിലേബിയാണിത്. ജിലേബിയേക്കാൾ കൂടുതൽ ഇതിലെ മധുരമാ മുന്നിൽ നിൽക്കുന്നത്. സത്യമായും ജിലേബി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കടയുടെ പേര് മാറ്റി പനീർ ജിലേബി എന്നാക്കുന്നതാ നല്ലത്. അത് നിങ്ങളുടെ കച്ചവടത്തിന് വലിയ ലാഭം ഉണ്ടാക്കി തരും. ആണോ? ശരിക്കും എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇത് നന്നായിട്ടുണ്ടെന്നോ? അവർ പറഞ്ഞത് കേട്ടിട്ട് വിശ്വാസം വരാതിരുന്ന കരൺ അവൻ തന്നെ മാറ്റം വരുത്തിയ ആ പനീർ മാവ് കൊണ്ടുണ്ടാക്കിയ ജിലേബി കഴിച്ചു നോക്കി. അവനത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അല്ല, ഇത് ശരിക്കും നല്ലതാണല്ലോ. ഇതിന് നിങ്ങൾ അവരെയല്ല പ്രശംസിക്കേണ്ടത്,
ഈ പനീർ ജിലേബി ഞാൻ ഉണ്ടാക്കിയതാ. ഈ ജിലേബി മാവിൽ പനീർ ഇട്ട് നോക്കിയത് ഞാനാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ ഐഡിയ? സുഷമയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോഴവൾ പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ ഈ കട എങ്ങനെയെങ്കിലും അടപ്പിക്കാൻ ആഗ്രഹം, എന്നിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടണം അല്ലേ? സുഷമ, ഇങ്ങനെയൊക്കെ വിരുന്നുകാർക്ക് മുമ്പിൽ പറയാൻ പാടില്ല. അതിഥികൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ കരൺ തന്റെ അമ്മാവൻ രാമകൃഷ്ണനോട് പറഞ്ഞു, അമ്മാവ, നിങ്ങൾ എനിക്ക് സ്വത്തും ഭൂമിയും ഒന്നും തന്നില്ല. പോട്ടെ, ഞാൻ ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ കട എനിക്കിങ്ങ് തന്നാ മതി. ഞാൻ ഇനി ഇവിടെ ഈ പനീർ ജിലേബി കച്ചവടം ചെയ്തോളാം. നിനക്ക് ഈ കട തരുന്നതില് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ഈ കട നന്നായി കൊണ്ടുനടക്കാൻ സാധിക്കുമോ? നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഈ ജിലേബി കട നന്നായി നടത്തുന്നില്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ നിന്ന് തിരികെ എടുത്തോളൂ. ശരി മോനെ, നീ പറയുന്നത് പോലെ ചെയ്യാം. കരൺ രാവും പകലും അധ്വാനിച്ച് തന്റെ ആ ജിലേബി ഷോപ്പ് നന്നായി കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ കരണിന്റെ ഒരു സുഹൃത്ത് അവന് കരണിലുണ്ടായ ഈ മാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കരണിന്റെ ജിലേബി ഷോപ്പിലേക്ക് വന്നു. വാടാ കരൺ, ഒന്ന് കറങ്ങിയിട്ട് വരാം. എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റില്ല. എനിക്കെന്റെ കച്ചവടം നോക്കാനുണ്ട്. അമ്മാവനും അമ്മായിയും എന്നെ വിശ്വസിച്ച് കട ഏൽപ്പിച്ച് തന്നതാ. അവർ രണ്ടാളും പറയുന്നത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് കരണിന്റെ സുഹൃത്തുക്കൾക്ക് അവനോട് ദേഷ്യം വന്നു. അവർ ആ കട നശിച്ചു പോകുന്നതിനുള്ള വഴി ആലോചിച്ചു. എന്നിട്ട് അതിനുവേണ്ടി ഒരു മന്ത്രവാദിയുടെ അരികിൽ ചെന്ന് ആ കട നശിക്കുന്നതിനുള്ള ദുർമന്ത്രവാദം ചെയ്യാൻ പറഞ്ഞു. ഒരു ദിവസം കരൺ കടയിലില്ലാതിരുന്ന ആ സമയത്ത് ആ മന്ത്രവാദി കൊടുത്ത ഒരു ചെറിയ ഏലസ് ചരടിൽ കെട്ടി അവന്റെ കടയിൽ കൊണ്ടുപോയി വെച്ചു. ഇനി കാണാം കളികൾ. ഇത്രയും നാൾ ഒന്നിച്ച് നടന്നിട്ട് ഇപ്പൊ അവൻ അങ്ങനെ ഒറ്റക്ക് നന്നാവണ്ട. ഈ ഏലസ് ഇവിടെ എങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നു സുഷമ വെച്ചതാണെന്ന്. ഏതായാലും ഇതെന്റെ കയ്യിൽ കെട്ടി നോക്കാം. ആ ഏലസ് രാമകൃഷ്ണൻ എടുത്തതും അയാൾക്ക് തന്റെ വീൽചെയറിൽ നിന്നും തനിയെ എഴുന്നേൽക്കാനായി സാധിച്ചു. എന്നുവെച്ചാൽ ആ ഏലസിലൂടെ അയാൾക്ക് നന്മയാണ് വന്നത്. അയാൾ അവിടെ മാകെ ഓടി നടക്കാൻ തുടങ്ങി. ഇതെന്താ, എനിക്ക് നടക്കാൻ കഴിയുന്നെന്നോ? എന്റെ കാലുകൾ ശരിയായല്ലോ. ഇത് ഫലസിദ്ധിയുള്ള ഒരു ഏലസാണല്ലോ. ഭഗവാനെ, അങ്ങേക്ക് 1000 നന്ദി. അവിടെ നിന്നും ഒരൽപ്പം മാറി ഇതെല്ലാം കണ്ടോണ്ടു നിന്ന കരണിന്റെ സുഹൃത്ത് ആകെ അത്ഭുതപ്പെട്ടു. ഉടനെ തന്നെ ഓടി ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. ആ മന്ത്രവാദി അവനോട് പറഞ്ഞു, നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞു? നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരോട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് ആ കടയിൽ ഒരു പെൺകുട്ടി എന്റെ വിശപ്പടക്കിയിരുന്നു. എനിക്ക് ജിലേബി തന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് ഈ ഉപകാരം ചെയ്തു. ഇനി മുതൽ അവരുടെ പനീർ ജിലേബി ആരൊക്കെ കഴിക്കുന്നുവോ അവരെല്ലാം സന്തുഷ്ടരായി മാറും. അവരുടെ രോഗങ്ങളും സുഖപ്പെടും. എന്നോട് ക്ഷമിച്ചാലും ബാബ, എന്റെ മനസ്സ് നിറയെ ദുഷ്ടചിന്തകളായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ജിലേബികൾ വളരെ നന്നായി തന്നെ വിറ്റുപോകാൻ തുടങ്ങി. അത് കഴിക്കുന്നവരുടെ അസുഖങ്ങളാണെങ്കിലോ അതും മാറാൻ തുടങ്ങി. കരണിന്റെ അധ്വാനം കണ്ട് അവന്റെ അമ്മാവനും അമ്മായിയും ഒരുപാട് സന്തോഷിച്ചു. അവരൊരുമിച്ച് സന്തോഷമായി ജീവിച്ചു.